ഡീസലുമായിട്ടുള്ള വില വ്യത്യാസം കണക്കൂട്ടിയിട്ടാണ് എല്ലാവരും CNG വാഹനങ്ങൾ എടുത്തത്. അപ്പോൾ CNGക്ക് വില കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല, നഷ്ടത്തിലേക്ക് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 15 രൂപ 50 പൈസയാണ് ഒരു രാത്രി കൊണ്ട് കൂട്ടിയിരിക്കുന്നത്. CNGയിൽ പാസഞ്ചർ വെഹിക്കിൾ മാത്രമല്ല, ഗുഡ്സ് വെഹിക്കിളും ധാരാളമുണ്ട്. അതെല്ലാം പ്രതിസന്ധിയിലാണ്. പെട്രോൾ ഡീസൽ വില വർധനവിനൊപ്പം തന്നെ CNG വിലയും കുതിച്ചുയരുകയാണ്. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് 15 രൂപയുടെ വർധനവാണ് CNGക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത് CNG വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച വലിയൊരു പ്രതിസന്ധിയായി തന്നെ മാറുകയാണ്. ഈ സാഹചര്യത്തിൽ CNG ബസ്സുകളുള്ള ഒരു സ്വകാര്യ ബസ് ഉടമ കോട്ടയം സ്വദേശിയായിട്ടുള്ള ആശാ സോണി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. താങ്കൾക്ക് ഏതാണ്ട് 3ഓളം CNG ബസ്സുകളുണ്ടല്ലേ? അതെ. അപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതെ, തീർച്ചയായിട്ടും ഒരു ഇട്ടടി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്നലെയാണ് ഈ 15 രൂപയുടെ വർധന ഉണ്ടായത്. ഇന്നലെ രാവിലെയാണ് 15 രൂപ കൂട്ടിയത്. 15 രൂപ 50 പൈസ ഷോള ഗ്യാസ് ആണ് കൂട്ടിയിരിക്കുന്നത്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ഡിസ്ട്രിബ്യൂട്ടറാണ് ഷോള ഗ്യാസ്. അവർ 15 രൂപ 50 പൈസയാണ് ഒരു രാത്രി കൊണ്ട് കൂട്ടിയിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലയിൽ AG പ്രധാന അവരെ 95 രൂപ 50 പൈസയേ ഉള്ളൂ. എറണാകുളം തൊട്ട് ബാക്കിയുള്ള ജില്ലകൾ അദാനിയുടെയാണ്, അവിടെ 96 രൂപ 50 പൈസ. നിലവിൽ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾ നോക്കുകയാണെങ്കിൽ 105 രൂപയാണ് വില അല്ലേ? അതെ, ബാക്കിയുള്ള ജില്ലകളിൽ 95 രൂപ, 10 രൂപയുടെ വ്യത്യാസത്തിലാണ്. ഇവർ 10 രൂപ കൂടുതലാണ് ഈ കോട്ടയം ജില്ലയിൽ മാത്രം. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലയിൽ. താങ്കൾക്ക് CNG ബസ്സുകൾ 3 ഉണ്ട്. 3 ഉണ്ട്. ഈ ഡീസൽ വില വർധന ഉണ്ടായ സാഹചര്യത്തിൽ ഇത് ലാഭകരമാകും എന്ന് വിചാരിച്ച് CNGയിലേക്ക് മാറിയതാണ്. ഡീസൽ വില കൂടിയ സാഹചര്യത്തിൽ ഡീസൽ വിലയും CNGയുടെ വിലയായിട്ട് ഭയങ്കര അന്തരം ഉണ്ടായിരുന്നു. നേരത്തെ 10 രൂപയ്ക്ക് മേളിൽ അന്തരം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് 5 ലക്ഷം രൂപ ചേസിക്ക് വില കൂടുതൽ കൊടുത്തിട്ട് ഈ വണ്ടികൾ എടുത്തത്. CNG വണ്ടികൾ. അതെ, കാറുകൾക്കാണെങ്കിലും 1 ലക്ഷം രൂപ കൂടുതലാണ് CNG വണ്ടിക്ക്. അപ്പോൾ ആ വ്യത്യാസം ഡീസലുമായിട്ടുള്ള വില വ്യത്യാസം കണക്കൂട്ടിയിട്ടാണ് എല്ലാവരും പെട്രോളുമായിട്ടുള്ള വില വ്യത്യാസം കണ്ടിട്ടാണ് CNG വാഹനങ്ങൾ എടുത്തത്. അപ്പോൾ CNGക്ക് വില കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല, നഷ്ടത്തിലേക്ക് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായി. ഒരു ബസ്സിന് 5 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ട് ഡീസലുമായിട്ട് കണക്കൂട്ടുമ്പോൾ. ചാസിക്ക് മാത്രം. പിന്നെ അതിന് വേറൊരു വലിയ ദോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CNG വണ്ടികൾക്ക് വേറെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു ഫ്യൂവൽ ഇല്ല. അപ്പോൾ എവിടെ വെച്ചെങ്കിലും CNG തീർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി പിന്നെ കെട്ടി വലിച്ചടുത്ത പോയിന്റിൽ കൊണ്ടുവരാമെന്നുള്ളതല്ലാതെ ബസ്സുകൾക്ക് ഓട്ടോറിക്ഷ കാറുകളോ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പെട്രോൾ ഒഴിക്കാൻ പറ്റുന്ന സ്കീമുണ്ട്. ബസ്സുകൾക്ക് അങ്ങനെയില്ല. ഇല്ല, പെട്രോൾ ഒഴിക്കാനുള്ള സംവിധാനം ഇല്ല. വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. എങ്ങനെ മുന്നോട്ട് പോകും? എന്താണിപ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ എല്ലാ ജില്ലകളിലുള്ള പ്രൈവറ്റ് ബസ്സുകൾ നിന്നു പോകും. CNGയിലേക്ക് ഒരുപാട് ബസ്സുകൾ മാറിയിട്ടുണ്ടോ കേരളത്തിൽ നോക്കിയാൽ? ഉണ്ട്, വളരെയേറെ വണ്ടികൾ ഇപ്പം ലഭ്യത കുറവുള്ളതുകൊണ്ടാണ്. എറണാകുളത്ത് ഒത്തിരി വണ്ടികൾ CNGയിലുണ്ട്. ഇപ്പോൾ ഒത്തിരി വണ്ടികൾ അശോക് ലേലാൻഡ് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്, ബോഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒത്തിരി എണ്ണം. ഈ വില വർധനവിനൊപ്പം തന്നെ CNG ലഭ്യത കുറവ് അനുഭവപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇത് വില കൂട്ടാൻ വേണ്ടിയിട്ടാണോ അവരിങ്ങനെ ഒരു ഷോർട്ടേജ് ഉണ്ടാക്കിയെന്നുള്ള പോലെ ഇപ്പോൾ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം യുദ്ധത്തിൻ്റെ പേരിലാണ് ഈ ഷോർട്ടേജ് പറഞ്ഞത്, പക്ഷേ വില ഭയങ്കരമായിട്ട് മാറ്റുകയും ചെയ്തു. അതിനുവേണ്ടി ഷോർട്ടേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടുന്ന് ഗ്യാസ് അടിക്കാൻ വേണ്ടിയിട്ട് ചേർത്തല വരെ പോകേണ്ട സാഹചര്യം വരെ വന്നിട്ടുണ്ട്. കിലോമീറ്ററുകൾ ഓടി അത് ലഭിക്കുന്ന സ്ഥലത്തേക്ക് പോകേണ്ട അവസ്ഥയാണ്. അതെ, ഇവരൊരു കൺട്രോൾ അതിനെ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. സപ്ലൈ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ പോലും പല വണ്ടികളും ചെറുവണ്ടികളൊക്കെ കയറ്റി ഇടുകയാണ്. നമ്മളൊക്കെ ഇവിടുന്ന് 50 കിലോമീറ്ററാണ് ചേർത്തല വരെ പോയി അടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എത്ര ദിവസം കൂടുമ്പോൾ പോകേണ്ടി വരും? എല്ലാ ദിവസവും പോകേണ്ടി വരും. എല്ലാ ദിവസവും 400 കിലോമീറ്റർ വണ്ടി ഓടാൻ പറ്റത്തുള്ളൂ. 300 കിലോമീറ്റർ നമ്മുടെ റൂട്ട് തന്നെയുണ്ട്. അപ്പോൾ പിന്നെ പോയി അടിച്ചേ പറ്റൂ ഓടണമെന്നുണ്ടെങ്കിൽ. അത്രത്തോളം വലിയൊരു പ്രതിസന്ധിയിലേക്ക്, അതായത് നമുക്ക് പറയാൻ പറ്റാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതെ, അല്ലെങ്കിൽ സർവീസ് മുടങ്ങുക മാത്രമല്ല എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള പോലും ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വരിക. ഇത് യഥാർത്ഥത്തിൽ ബസ് ഉടമകൾ മാത്രമല്ല, മറ്റു വാഹനങ്ങൾ, അതായത് ഓട്ടോറിക്ഷ പോലെയുള്ള ആളുകളൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അല്ല, ഒത്തിരി ലോറികൾ പോലും ഇപ്പം CNGയിലുണ്ട്. CNGയിൽ പാസഞ്ചർ വെഹിക്കിൾ മാത്രമല്ല, ഗുഡ്സ് വെഹിക്കിളും ധാരാളമുണ്ട്. അതെല്ലാം പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് ഈ വില വർദ്ധിപ്പിക്കുന്നതെന്നൊരു ആക്ഷേപം കൂടിയുണ്ടല്ലേ? ഒരു മാനദണ്ഡം കൂടാതെയാണ് വില കൂട്ടുന്നതും. ഈ കമ്പനികൾ ഈ CNG വണ്ടികൾക്ക് ഇത്രയും വിലമാറ്റം ഉണ്ടാക്കുന്നത് എന്തിനാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. കാരണം 4 ടാങ്ക് എക്സ്ട്രാ ഉണ്ടെന്നുള്ളതല്ലാതെ എഞ്ചിനെ യാതൊരു മാറ്റവും വരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ 5 ലക്ഷം രൂപ തന്നെ ഒരു ചാസിക്ക് കൂടുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ ഇടപെട്ടാൽ മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകത്തുള്ളൂ. കാരണം പെട്രോളിയം മിനിസ്റ്ററുടെ കീഴിലല്ല ഇപ്പോൾ ഇത്. അത് അവരെ എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടാക്കിയാൽ മാത്രമേ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും പ്രതിസന്ധിയിലേക്ക് തന്നെ പോകും. വണ്ടികളെല്ലാം മുടങ്ങിപ്പോകും. പെട്രോൾ ഡീസൽ വില വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പല ആളുകളും CNG വാഹനങ്ങളിലേക്ക് മാറിയത്. സംസ്ഥാനത്ത് നിരവധി ബസ്സുകൾ ഇത്തരത്തിൽ CNGയിലേക്ക് മാറിയിട്ടുണ്ട്.
എന്നാൽ ഇപ്പോൾ CNG വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് നേരിട്ടിരിക്കുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് 15 രൂപയുടെ വർധനവാണ് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ മാത്രം ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും ഈ സ്ഥിതി തുടർന്നാൽ മുന്നോട്ട് സർവീസുകളടക്കം നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ബസ് ഉടമകളടക്കം പറയുന്നത്. കോട്ടയത്ത് നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.